സ്റ്റുഡൻസ് സാധാരണ ഫേസ് ചെയ്ത് വരുന്ന രണ്ട് കൺസേൺസ് അഡ്രസ്സ് ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ മെയിൻലി ചെയ്യുന്നത്. ഒന്ന്, കുറേ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഓർമ്മ വരുന്നില്ല. രണ്ട്, ഐ എം ഫീലിംഗ് കംപ്ലീറ്റ്ലി ലോ, കോൺഫിഡൻസ് ഇല്ല, ഐ ഡോണ്ട് നോ ഈ അറ്റംപ്റ്റ് എഴുതണോ അല്ലെങ്കിൽ ഈ കോഴ്സ് എനിക്കുള്ളതാണോ, കോഴ്സ് ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള കൺസേൺസ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദിസ്, ഈ രണ്ടാമത് പറഞ്ഞ കൺസേൺ ഈസ് കണക്റ്റഡ് ടു ദ ഫസ്റ്റ് വൺ. Let's see one by one. First one. ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും മൾട്ടിപ്പിൾ ടൈംസ് ഓർ നമ്മളെ ക്ലാസ്സിലും ഫാക്കൽറ്റി വന്നിട്ട് ഒരുപാട് വട്ടം പറയാറുണ്ടായിരുന്നു, യു ഫീൽ യു ഹാവ് ബ്ലാങ്ക്ഡ് ഔട്ട്, ഒന്നും ഓർമ്മയില്ല. പക്ഷേ നെർവസ് ആവാൻ പാടില്ല, എക്സാം ഹാളിൽ പോയാൽ എല്ലാം ഓർമ്മ വരും. ലൈക്ക് അതെന്ത് കോമഡിയാ, ഐ മീൻ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നിട്ട് എക്സാം ഹാളിൽ പോയിട്ട് എല്ലാം ഓർമ്മ വരും, ടീച്ചർ വെറുതെ നമ്മളെ പറ്റിക്കാണ്. പക്ഷെ ആക്ച്വലി ഓർമ്മ വന്നിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ, ഒരുപാട് കാലമായിട്ട് ഞാനും സ്റ്റുഡൻസിനോട് പറയാറുണ്ടായിരുന്നു, ടെൻഷൻ അടിക്കേണ്ട, എക്സാം ഹോളിൽ പോയാൽ എല്ലാം ഓർമ്മ വരും. അതിന് പിന്നിൽ ലോജിക് എന്താ ഒന്നും എനിക്കറിയില്ല. ഇനി ടീച്ചർ എന്നെ പറ്റിച്ചത് പോലെ തന്നെ ഞാനും സ്റ്റുഡൻസിനെ പറ്റിക്കാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് then when I studied about it, I realized that it actually അങ്ങനെയാണ്, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. കാരണം നമ്മളെ ബ്രെയിൻ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡ്, there is something known as context retention memory, which means ഇൻഫർമേഷൻ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത് ഓരോ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു കേട്ടൊരു പാട്ട്, നിങ്ങൾക്ക് അതിൻ്റെ ലിറിക്സ് ഓർമ്മല്ല, സഡൻലി ആരെങ്കിലും അതിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ആ മ്യൂസിക് കേൾക്കുന്നതോട് കൂടി ആ ലിറിക്സ് മൈൻഡിൽ വരാൻ തുടങ്ങും. ഓർ ഒരാൾക്ക് മേ ബി ബൈക്ക് എങ്ങനെ ഓടിക്കുക, അതെങ്ങനെ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ മൊമെന്റ് നമ്മളൊരു ബൈക്കിൽ കയറി ഇരിക്കുന്നതോട് കൂടി നമ്മുടെ ബോഡിയിൽ എല്ലാ മസിൽസും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിഫ്ലക്സസ് കാര്യങ്ങൾ ഫുള്ള് ആ സ്റ്റോർ ചെയ്തിരുന്ന മെമ്മറി എടുത്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇനി ഒന്നുകൂടി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മേ ബി ഒരു ബെറ്റർ എക്സാമ്പിൾ പറയാനുള്ളത്, മേ ബി ഒരു കൊല്ലം മുന്നേ നിങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ കഴിച്ച ഡിഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബട്ട് അതേ റെസ്റ്റോറൻറ്റ് ഇന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ എക്സാക്ട്ലി റിമെമ്പർ, ഞാൻ ആ ടേബിളിൽ പോയിട്ടാണ് ഇരുന്നിരുന്നത്, അവിടുന്ന് ഈ ഡിഷസ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്, ഈ ഡിഷിൽ കുറച്ച് സ്പൈസ് കൂടുതലായിരുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ ഈസ്, നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഒരു ടോപ്പിക്ക്, റാൻഡമായിട്ടൊരു ടോപ്പിക്ക് ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ അത് മൈൻഡിന് തരാൻ പറ്റൂല. പക്ഷെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ദ മൊമെന്റ് യു ഗെറ്റ് ദി ക്വസ്റ്റ്യൻ പേപ്പർ, യു ആർ ഇൻ ദാറ്റ് സറൗണ്ടിങ് നൗ, ആൻഡ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ഉണ്ടാവും വിച്ച് ആർ ഗോയിങ് ടു ട്രിഗർ നിങ്ങൾ പഠിച്ചു വെച്ച ഇൻഫർമേഷൻ, സ്റ്റോർ ചെയ്ത ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫാക്ട്സ് തന്നെ നമ്മളെ പ്രൊവിഷൻസ് ട്രിഗർ ചെയ്യും. ആൻഡ് ആ പ്രൊവിഷൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബാക്കിയുള്ള ഏരിയാസ് ഫുള്ള് എഴുതാനും ഹെൽപ്ഫുൾ ആവും. സോ ദ തിങ് ഇസ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ മെമ്മറി ഈസ് മിസ്സിങ്, ഇറ്റ് ഈസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ട്രിഗർ. കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, I'm feeling low, confidence illa. You know, our feeling is completely fine. It's completely okay. But what is dangerous is when you start thinking, എനിക്കു മാത്രമേ ഈ ഫീലിംഗ് ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ പ്രിപ്പയർഡ് അല്ലാത്തതുള്ളൂ. ഐ ജസ്റ്റ് വോണ്ട് യു ടു, ചില ഈ സ്റ്റുഡൻസ് പാസ്സായ വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് റാൻഡമായിട്ട് അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഈ പൊതുവെ സ്റ്റുഡൻസ് CA എക്സാംസ് പാസ്സാവുമ്പോൾ അവർ കരയുക, അല്ലെങ്കിൽ റിസൾട്ട് കണ്ട് ആ ടേബിളിൽ നിന്ന് ചാടി എണീറ്റ് ഫാമിലി കൂടെ ഉണ്ടാവും, അവരെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ മേ ബി ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ റിസൾട്ട് നോക്കുന്ന ആൾക്കാർ, ഓഫീസിൽ റിസൾട്ട് നോക്കുന്ന ആൾക്കാർ, അവരെ ഫ്രണ്ട്സും അതിൻ്റെ കൂടെ കരയുക. ആസ് കമ്പയർഡ് ടു ഒരു ഫെയിലായ സ്റ്റുഡൻറ്റ്, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇപ്പോൾ ഞാൻ റിസൾട്ട് നോക്കുകയാണ്, ഞാനങ്ങനെ ഫെയിലായി, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഒരു ബ്ലാങ്ക് ഫേസും, ഇറ്റ് വാസ് ആസ് ഇഫ് അവരുടെ മൈൻഡ് ഓൾറെഡി ഫെയിലിയറിന് പ്രോഗ്രാംഡ് ആയിരുന്നു. എന്താ എക്സ്പെക്ടിങ് ഫെയിലിയർ. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ആ പാസ്സായപ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ, അത് മോർ ദാൻ പാസ്സായി എന്നുള്ളതിൽ സന്തോഷത്തിലുപരി ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം എന്നുള്ള രീതിയിലാണ് എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് വരുന്നത്. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ഓർ ഡോണ്ട് യു ആക്ച്വലി തിങ്ക് ആ സ്റ്റുഡൻസും അറ്റ് സം സ്റ്റേജ്
ഈ പറഞ്ഞ ഫീലിങ്ങിലൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. ഈ കോഴ്സ് എനിക്കുള്ളതല്ല, അല്ലെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഡ്രോപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ. ഐ ജസ്റ്റ് വോണ്ട് യു ടു നോ, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഫിയറില്ലായ്മയല്ല കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്പൈറ്റ് ഹാവിങ് ദാറ്റ് ഫിയർ, ഷോയിങ് അപ്പ് വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഇൻ യർ ലൈഫ്. ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്, ഒരു ബിസിനസ് ഡീലിന് സംസാരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോവാണ്, ഫിയർ ഉണ്ടാവും. ടു സം എക്സ്റ്റെൻറ്റ് ആ ഫിയർ നല്ല എലമെൻ്റ് തന്നെയാണ്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഫിയർ ഇസ് നോട്ട് ഗോയിങ് ടു കംപ്ലീറ്റ്ലി എന്നാൽ അത് എഴുതാതിരിക്കുക, എക്സാം അപ്പിയർ ആവാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം ഒരിക്കലും സോൾവ് ആവാൻ പോകുന്നില്ല. ആ എലമെൻ്റ് അപ്പോഴും അവിടെ ഉണ്ടാവും. സോ വാട്ട് ആർ യു സപ്പോസ് ടു ഡു നൗ? ഡോണ്ട് ജഡ്ജ് യുവർ പ്രിപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ഹൗ യു ആർ ഫീലിംഗ് ടുഡേ. നിങ്ങളുടെ ഡ്യൂട്ടി കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഡ്യൂട്ടി എല്ലാ എക്സാംസിനും അപ്പിയർ ചെയ്യുക, പോവുക, അറിയണത് എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക, തിരിച്ചു പോരുക. I hope this video was useful to you. I wish you all the best.